ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ ഫോൺ മെമ്മറി ഫുൾ ആവാന്നുള്ളത് അല്ലെ. എപ്പോഴും നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോണോ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഫോൺ മെമ്മറി ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ഫോണിന്റെ മെമ്മറി ഫുൾ ആവുന്നത് നമുക്ക് വളരെ സെക്കൻഡ് വെച്ച് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഫോണിൽ അടിഞ്ഞു കിടക്കുന്ന പല പല കാര്യങ്ങളും നമ്മുടെ ഫോണിന്റെ മെമ്മറി ഫുൾ ആക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റും. ഇത് ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പല ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ ഫോൺ നോക്കുന്ന സമയത്ത് ഇത് അവരുടെ ഫോണിലേക്ക് ഏകദേശം ഒരു 8 GB 10 GB നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ഇതിലൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈലില് നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ മെമ്മറി സ്റ്റോർ ഫുൾ ആവുക എന്നുള്ളത് അല്ലെ. അത് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ്, അതുപോലെ നമ്മുടെ ഫോണിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, അങ്ങനത്തെ പല കാര്യങ്ങളാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മളെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കേണ്ടത്, അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ നമ്മുടെ ഫോണിൽ, ആ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹോം പേജ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 കുത്ത് കാണുന്നില്ലേ 3 ഡോട്ട്സ്, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. സെറ്റിംഗ്സിലേക്കാണ്, കണ്ടില്ലേ? ആ സെറ്റിംഗ്സിൽ നിരവധി സെറ്റിംഗ്സുകൾ ഉണ്ട്. അപ്പൊ എന്റെ യൂട്യൂബ് വീഡിയോസിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും പല വീഡിയോസ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. എല്ലാ വീഡിയോസും നമുക്ക് ഉപകാരമുള്ളതാണ്. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സൈറ്റ് സെറ്റിംഗ്സിൽ നമുക്ക് ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ്സ് കാണുന്നുണ്ട് അല്ലെ. ആ ഓൾ സൈറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ഫോണിൽ നമ്മൾ അത്രയും കാലം ഉപയോഗിച്ച സമയത്ത് നമുക്ക് കുക്കീസ് ആയിട്ടും അങ്ങനത്തെ പല ടൈപ്പിലും നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയലുകൾ നമുക്ക് പല സൈറ്റുകളിൽ കയറിയ സമയത്ത് ഉണ്ടാവുന്ന ഫയലുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് മുഴുവൻ നമ്മുടെ ഫോണിനെ സ്റ്റക്ക് ആവാനും ഹാങ് ആവാനൊക്കെ റെഡി ആയി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഡിലീറ്റ് ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഡിലീറ്റ് ചെയ്യാനുള്ള, അപ്പൊ നമുക്ക് ഏതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടത് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ലാസ്റ്റ് 15 മിനിറ്റ്സ്, ലാസ്റ്റ് ഹവർ, ലാസ്റ്റ് 24 മണിക്കൂറിനുള്ളിൽ, ലാസ്റ്റ് 7 മണിക്കൂറിനുള്ളിൽ, നമുക്ക് ലാസ്റ്റ് 4 ആഴ്ചയുള്ളത്, അല്ലെങ്കിൽ ഓൾ ടൈംസ്. അപ്പൊ ഏത് വേണേൽ നമുക്ക് കൊടുക്കാം. 24 മണിക്കൂറിന് വേണേൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ നമുക്ക് ഓൾ ടൈംസ് കൊടുത്താൽ നമ്മൾ ഈ മൊബൈൽ വാങ്ങിയ കാലം മുതൽ നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫോണിന്റെ ഹാങ് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല പോലെ GB ലാഭിക്കാനും സാധിക്കും. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രൗസിംഗ് ഹിസ്റ്ററി ആണ് നമുക്ക് ഒഴിവാക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം. കുക്കീസ് ആണെങ്കിൽ അവിടെ ടിക്ക് കൊടുക്കണം. ഇവിടെ 3 ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ സൈറ്റുകൾ, ചില സൈറ്റുകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിള്, മനോരമ, പിൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ടിക്ക് മാർക്ക് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അതിലുള്ള നമ്മുടെ സേവ്ഡ് ആയിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങളൊക്കെ അത് പോകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചെക്ക് ബോക്സ് കൂടി നമ്മൾ നോക്കി നോക്കുക, ഏതിലെല്ലാമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഇതിലിപ്പോ ഏതെങ്കിലും ബ്രൗസിംഗ് ഹിസ്റ്ററി നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഡിലീറ്റ് കുക്കീസ് ആൻഡ് ഡാറ്റ മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ നമുക്ക് നല്ലപോലെ GB, ഏകദേശം 5, 8, 10 GB ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഡിലീറ്റ് കൊടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഡിലീറ്റ് ചെയ്താലും എത്രത്തോളം കുക്കീസ് കാര്യങ്ങളൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്താൽ പോലും അത് നമ്മളൊന്ന് ബാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എത്ര ഡിലീറ്റ് ചെയ്താലും അതൊക്കെ ഇവിടേക്ക് വന്ന് കിടക്കും. കണ്ടില്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ കയറിയ സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും താഴെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ കയറി നമ്മൾ ഡിലീറ്റ് ചെയ്യണം. പക്ഷെ അവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 1.6 GB നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ സൈറ്റിൽ നിന്നൊക്കെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലെങ്കിൽ അതൊക്കെ പോയി പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നമ്മുടെ ഫോണിലെ മെമ്മറി ലാഭിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ചെയ്തു നോക്കുക.